ഓക്കെ, റെഡിയാണോ? ഓൾറൈറ്റ്. സോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ശരത്ത് എല്ലാ ഗ്രൂപ്പിലും എല്ലാ ഇതിലും എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, അതേപോലെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. ഓൾറൈറ്റ്, വെരി ഗുഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അഡിക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. നമുക്ക് പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു നേരത്തെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഓണാക്കി മൈക്കൊക്കെ ഓണാക്കി സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും ഒന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്കാർക്കും കണക്റ്റഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആക്ച്വലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. അപ്പൊ ആ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സോ നമ്മൾ അധികം ആൾക്കാർക്കും അഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ചില ആൾക്കാർക്ക് സ്മോക്കിംഗ് അഡിക്ഷൻ, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പോൺ അഡിക്ഷൻ, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്രിങ്കിങ് അഡിക്ഷൻ, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓവർ ഈറ്റിംഗ് അഡിക്ഷൻ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അഡിക്ഷനാണ്, വെറുതെ ഇരിക്കുന്ന അഡിക്ഷൻ ആയിട്ടുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അഡിക്ഷൻസ് വരുന്നത് എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ്, തിങ്കിങ് അഡിക്ഷൻ ആയിട്ടുള്ളത്. അതായത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തതെല്ലാം അഡിക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും? ചില ആൾക്കാർക്ക് സംസാരം ഒരു അഡിക്ഷൻ ആണ്, മനസ്സിലാവുണ്ടോ? നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് നമുക്ക് വരുന്നത്? അഡിക്ഷൻസ് എവിടുന്ന് വരുന്നതാണ്? എന്താണ് ഇതിന്റെ റീസൺ? ഇതെങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ, അതായത് ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടാവുക. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്? പല തലത്തിലുള്ള അഡിക്ഷൻസ് വരുന്നുണ്ട്. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം കുളി അഡിക്ഷനാണ്, ഭയങ്കരമായിട്ട് കുളിക്കുന്ന സ്വഭാവം, ഓവറായിട്ട് കുളിക്കുന്ന സ്വഭാവം. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ആർഗ്യൂയിങ്, എന്തിനും വാദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, അത് അഡിക്ഷൻ ഉള്ളവരുണ്ട്. എന്തിനും വാദിക്കാം, എന്നിട്ട് എന്ന് വെച്ചാൽ സ്വയം ടയേർഡ് ആവുക, വാദിക്കാൻ പോവുക. ഇത് എന്തുകൊണ്ടാണ്? ഓവറായിട്ട് സംസാരിക്കുക, വാദിക്കുക. ഇങ്ങനെയുള്ള അഡിക്ഷൻസ്, പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഈ അഡിക്ഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ അഡിക്ഷൻസ് വരുന്നത് ഒരു ഭയങ്കര, അതേപോലെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനോട് ഭയങ്കരമായിട്ടുള്ള ക്രേസ്. ഒരു പരിധിക്കപ്പുറം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സ്പോർട്സ് സംഗതികൾ. ഓക്കെ, ഇപ്പൊ സ്പോർട്സ് ഫനാറ്റിക് ആയിട്ട് മാറുന്ന ആൾക്കാരുണ്ട്. അതായത് സ്പോർട്സ്, അതായത് കളികള്, എൻജോയ്മെന്റ്, ട്രിപ്പുകള്, ഇങ്ങനെയുള്ള സംഗതികളെ പോലുള്ള സംഗതികളെ പോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര അഡിക്ഷൻസ്. അതായത് എപ്പോഴും ഫുട്ബോൾ കാണുകയോ കളിക്കുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സംഗതികളോട് എപ്പോഴും എന്താ വെച്ചാൽ ഒരു താല്പര്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം 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 എന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം. നിങ്ങൾ പരമാവധി ആൾക്കാരൊന്ന് വീഡിയോയിൽ വരാമോ? ലൈക്കിനോ, ഞാനല്ലാതെ ഒരാളിപ്പോൾ വീഡിയോയിൽ ഇല്ല. ഇഫ് യു ആർ ഹിയർ ലൈക്ക് ഇൻ വീഡിയോ, ദെൻ ഐ ക്യു ലൈക്ക് ഐ വുഡ് ലവ് ടു, എനിക്ക് ഒരാളോടെങ്കിലും സംസാരിക്കാനുള്ള ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഒരാളെങ്കിലും ഒരാൾ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് അബ്ദുൽ മജീദ് ബീങ് ഹിയർ വിത്ത് വീഡിയോ, ആൻഡ് സാദിഖ് ആൻഡ് വാഹിദ് ക, താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ മറക്കരുത്, ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളുടെ പ്രോഗ്രാം 7-ാം തീയതി നടക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഏകദേശം സീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി കുറച്ച് സീറ്റും കൂടിയേ ഉള്ളൂ, ഒരു 2-3 സീറ്റ്സും കൂടി ഉള്ളൂ. അപ്പൊ അതാർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം, സീറ്റ് ഉറപ്പുവരുത്തണം കേട്ടോ, മറക്കരുത്. അപ്പം സ്പോർട്സ് ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചിലർക്ക് എന്താ വെച്ചാൽ സ്പോർട്സ് ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ ഈ അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അഡിക്ഷൻസ് വന്നു വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ സ്പോർട്സ് പരിപാടികൾ, എന്റർടൈൻമെന്റുകളോട് ഭയങ്കര അഡിക്ഷൻസ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് സഹിക്കാൻ വയ്യ, സ്ട്രെസ് ഇഷ്ടമല്ല. സ്പോർട്സിനോട് അഡിക്ഷൻ, സിനിമ കാണുന്നത്, അതേപോലെ എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻസ് വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അതൊക്കെ വെച്ചിട്ട് മടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചോടണം. ആൻഡ് യു ആർ ഓൾവേസ് ബിസി ആൻഡ് ഓഫൻ ഡോണ്ട് ടേക്ക് ടൈം ടു റിലാക്സ് ആൻഡ് ജസ്റ്റ് ബി. അതുകൊണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ബിസിയാണ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല.
സോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, യു മേ നീഡ് എൻ ഇമോഷണൽ റിയഷുറൻസ് ഇൻ യുവർ ലൈഫ്, എ ലോട്ട് ഓഫ് ഫ്രീഡം ഫ്രം ലവ്ഡ് വൺസ്. അതായത് ഇമോഷണൽ റീഅഷുറൻസ് ആവശ്യമുള്ള ആൾക്കാരാണ്. അതായത് നല്ല സപ്പോർട്ട് ആവശ്യമുണ്ട്, നല്ല സ്നേഹത്തിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല വീട്ടിൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാകും, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ലോട്ട് ഓഫ് ഫ്രീഡം ഫ്രം ലവ്ഡ് വൺസ്. ഒരു വേണ്ടത്ര ഫ്രീഡം കിട്ടുന്നില്ല. എത്ര കണ്ട് കൺട്രോൾ പോയിരുന്നു, എത്ര കണ്ട്. ഇപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് 3 ടൈപ്പ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുണ്ട്. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഉണ്ട്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ട് മനസ്സിലായിട്ടുള്ളവർ എന്ത് ചെയ്യുക, യെസ് എന്ന് കമന്റ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. അപ്പൊ അവോയ്ഡന്റ് സ്റ്റൈൽ, യെസ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ പാർട്ട്നേഴ്സിന് വേണ്ട രീതിയിൽ കെയർ ചെയ്യില്ല. ഓക്കെ, പാർട്ട്നേഴ്സിന് വേണ്ട രീതിയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കില്ല. എന്നാൽ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ പാർട്ട്നേഴ്സിന്റെ അടുത്ത് എപ്പോഴും എന്താ വെച്ചാൽ അറ്റൻഷൻ വേണം, ഇങ്ങനെ വേണം, കൺട്രോൾ, ഭയങ്കര കൺട്രോളിങ് ആയിട്ട് ഫീൽ ചെയ്യും. ആർക്ക്? ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർട്ട്ണർ. അപ്പൊ ആങ്സൈറ്റി, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു ആങ്സൈറ്റി, ഒരു ഭർത്താവ് ഉണ്ടെന്ന് വെച്ചോ. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി, അദ്ദേഹത്തിന്റെ വൈഫ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് പാർട്ണർ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾ. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ആളുടെ പ്രത്യേകത എന്താണ്? മറ്റേയാൾ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ മറ്റേയാളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, കൂടുതൽ സംസാരിക്കണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള തിങ്കിങ്ങും കാര്യങ്ങളും ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആങ്സൈറ്റി, അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച്, അത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ പലപ്പോഴും ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ട്. ഇത് ഇവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യണത്, പുറത്തു പോകണം. ഫ്രീഡം കിട്ടുന്നില്ല, ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. സോ യു ഫൈൻഡ് യുവർ സെൽഫ് പ്ലേസ് ഓഫ് ഇമോഷണൽ സേഫ്റ്റി ആൻഡ് കാംനെസ് വെൻ ഓൺ ദ ഗോ, പ്രൂവിങ് യുവർ സെൽഫ് ത്രൂ ഫിസിക്കൽ പ്രോഗ്നസ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വർക്കാഹോളിക് ആവുക, ഭയങ്കരമായിട്ട് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക, ബിസി ആവുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് സംഗതികളിലേക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടാവുക, ഇതൊരു അഡിക്ഷൻസ് പറയുന്നത് പോലെ തന്നെയാണ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ആക്റ്റീവ് ആയിരിക്കണം, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആകുക എന്നുള്ളതിനോട് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ആക്റ്റീവ് ആകുക എന്നുള്ളത് അതൊരു മറ്റൊരു അഡിക്ഷനാണ്. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ഫിസിക്കലി നിങ്ങൾക്ക് ആക്റ്റീവ് ആകണം, അല്ലെങ്കിൽ സംഗതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആക്റ്റീവ്നെസ്. ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, യു ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീഡം. വേണ്ട രീതിയിൽ ഫ്രീഡം പാർട്ണറുടെ അടുത്ത് കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു കാംനെസ് ഫീൽ ചെയ്യാം, വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട്. മെഡിറ്റേഷൻ മോർണിംഗ് ക്ലാസ് ലിങ്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കാണാറില്ല. ഉണ്ടല്ലോ, എല്ലാ ദിവസവും രാത്രി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മുഹമ്മദ് അഷ്റഫ് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പിലും ഈവനിങ് ഒരു 10 മണിക്ക് മുൻപായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, യു ആർ ഓഫൻ അഡിക്റ്റഡ് ടു ദ കെമിക്കൽ റിലീസ് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ആക്ടിവിറ്റി. നമ്മളിങ്ങനെ നമുക്കൊരു ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസ്, ഹോർമോൺസ്, ആ കെമിക്കൽസ് എന്ത് വെച്ചാൽ അതിന് നമ്മൾ അഡിക്റ്റഡ് ആണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വർക്കിലേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രയാസം പോലെ. അപ്പൊ വർക്കിനോട് വല്ലാണ്ട് വർക്കാഹോളിക് ആയി പോവുക, ആക്റ്റീവ് ആയിരിക്കുക, വല്ലാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷം, ആ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്, ആ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഞാൻ, എനിക്ക് ഞാനായതുപോലെ ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കമന്റ് ഓൺ ഇഫ് എനിബഡി ഈസ് ലൈക്ക് ദിസ്. നന്നായിട്ട് വർക്ക് ചെയ്താൽ, ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉള്ളൂ. ഇതെന്താ കാരണം? അതിനോട് ദിസ് റിലീസ് ഹാസ് kept you safe and serves as an escape from problems. പ്രശ്നങ്ങളിൽ നിന്ന് സേഫ് ആയിട്ട്
നിർത്താൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സംഗതികൾ അഡിക്ഷൻസ് സഹായിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് സഹായിക്കുന്നു. അതായത് നമ്മൾക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൾസോ ദ ബോഡീസ് വേ ഓഫ് ട്രൈങ് ടു പ്രോസസ് അൺറിസോൾവ്ഡ് ട്രോമ. സോൾവ് ചെയ്യപ്പെടാത്ത ചില ട്രോമകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ പ്രോസസ് ചെയ്യാൻ, ശരീരം അത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ഹീലിംഗിലൂടെ നമ്മൾ എന്താ വെച്ചാൽ ഇതിന്റെ യഥാർത്ഥ ട്രോമ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതി. സോ യു മൈറ്റ് ബി അൺകോൺഷ്യസ്ലി സ്റ്റക്ക് ഇൻ എ ഫ്ലൈറ്റ് ഇൻസ്റ്റിക്ട്. അതായത് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രോമയിൽ ഫ്ലൈറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന, അതായത് ഒളിച്ചോടുന്ന, റണ്ണിങ് അവേ എഫക്റ്റ് ഉണ്ടായിട്ടുള്ള, പേടിച്ചോടുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിൽ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇൻസൈഡ് ഉണ്ടാവാം. ഇതായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണക്ട് ആവില്ല. ഓക്കെ, കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നില്ലേ? എന്താണ് ആകെപ്പാടെ പ്രോബ്ലം ആണോ ഇന്ന്? ശരിക്കും പ്രോബ്ലം ആണോ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതിൽ വെച്ച് ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ആൽക്കഹോളിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. മദ്യത്തിന് ആൾക്കാർ എങ്ങനെയാണ് അഡിക്റ്റ് ആകുന്നത്? വല്ലാണ്ട് സ്ട്രെസ് വല്ലാണ്ട് ഉണ്ട് എങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്ന്, ഡെയിലി ലൈഫിൽ വല്ലാണ്ട് സ്ട്രെസ് ഉണ്ട്, അതിൽ നിന്ന് ഒന്ന് ഒളിച്ചോടാം. അതിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ആ സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ. ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് യുവർ doctor misdiagnosed a condition or was too quick to prescribe antidepressants. So it's easier than listening to the trauma. അതായത് സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മുടെ ട്രോമ ഹീൽ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാണ്? ഇതിനു മുൻപ് എന്താ വെച്ചാൽ ഒരു ആന്റി ഡിപ്രസൻസോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടറെ പോയി കണ്ട സമയത്ത് നമുക്ക് എഴുതി തരികയൊക്കെ ഡോക്ടർ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അത് കഴിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതിന് പകരം ഇത്തരത്തിലുള്ള ഈസി ഫിക്സ് ഡ്രിങ്ക്സോ മറ്റുള്ള സംഗതികളൊക്കെ കഴിക്കുന്നത്, അതായത് നമുക്ക് സ്ട്രെസ് വരുമ്പോൾ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ യഥാർത്ഥ ഇമോഷണൽ റീസൺ എന്ന് പറയുന്നത് യു ആർ ടയർഡ് ഓഫ് ഫീലിംഗ് അൺഹേർഡ്. കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് മദ്യത്തിന് അഡിക്റ്റ് ആവുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേൾക്കാൻ ഒരാളില്ല, അവരെ കേൾക്കാൻ, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കും ഒരാളില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ആൻഡ് ഓഫൻ യൂസ് അഗ്രഷൻ ടു ഗെറ്റ് യുവർ പോയിന്റ് അക്രോസ്. ചില കാര്യങ്ങൾ പറയണം എന്ന ആഗ്രഹമുണ്ട്. ആ പറയണം എന്നുള്ള ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് സംസാരിക്കേണ്ടി വന്നു. അതായത് ചൂടായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതായത് ഉള്ളു തുറന്ന് പറയാനുള്ള അവസരമില്ല. ഉള്ളു തുറന്ന് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് പറയണം, ശബ്ദം ഇട്ടിട്ട് പറയണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കേൾക്കാൻ ഒരാളില്ല, മനസ്സിലാക്കാൻ ഒരാളില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ കാരണമാണെന്ന് വെച്ചാൽ മദ്യത്തിന് അധികം ആൾക്കാരും അഡിക്റ്റ് ആവുന്ന പറയും. ആ ഫ്രസ്ട്രേഷൻ അവർക്ക് ഇഷ്ടമല്ല, അതിൽ നിന്ന് ഒളിച്ചോടും. ഡിസോസിയേറ്റിംഗ് ഫ്രം യുവർ സിറ്റുവേഷൻ സീംസ് ടു ബി ദ ബെസ്റ്റ് വേ ടു ഗോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരാളോട് ഒരു കാര്യം പറയണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അഗ്രഷൻ ഉപയോഗിക്കേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ തന്നെ സ്ട്രെസ്സിലാവുകയാണ്, നമുക്കത് ഇഷ്ടമില്ല, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ഒളിച്ചൂടെ ഒന്നും കൂടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, സൈലന്റ് ആയിട്ട് ഒഴിഞ്ഞു മാറും. ഈ ഒഴിഞ്ഞു മാറുന്ന സംഗതി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ഒഴിഞ്ഞു മാറുന്നത് ആ സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടണം. ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികൾ. നെക്സ്റ്റ്, യു ഫീൽ സ്റ്റക്ക് ഇൻ എ പ്ലേസ് നംബ്നെസ് ആൻഡ് ദിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഫീൽ സേഫ് ആസ് നോ വൺ ക്യാൻ ഹേർട്ട് യു ഹിയർ. മദ്യം കഴിക്കുന്ന ഇത്തരത്തിലുള്ള ആ ഒരു നംബ്നെസ് ഫീൽ ചെയ്യുന്ന, നമ്മൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന, നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ആരും കേൾക്കാനില്ല എന്നുള്ള ഒരു ഫീലിംഗിൽ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ആ അവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പൊ അത് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഗതിയിലേക്ക് എന്ന് വെച്ചാൽ ഒരു 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 മദ്യത്തിന്റെ അഡിക്ഷൻസോ സംഗതികളോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, മദ്യത്തിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ they have to reconnect to the passion in their life. അവരുടെ ലൈഫിലെ പാഷൻ കണക്ട് ചെയ്യണം. നമ്മുടെ പാഷൻ കണ്ടെത്തി
നമ്മുടെ ആ കരിയർ കണ്ടെത്തി അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തണം. ലൈഫിൽ എക്സൈറ്റ്മെന്റിലേക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ചോദിക്കണം, വാട്ട് മേക്സ് യു ഹാപ്പി, എന്താണ് നമുക്ക് ഹാപ്പി ആക്കുന്നത് എന്നുള്ളത് ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ് ബ്ലോക്ക്, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ആൾക്കാരോട് എന്താ വെച്ചാല്, ആൾക്കാർ പലപ്പോഴും എന്താ വെച്ചാല് അഡിക്ഷൻസിലേക്ക് പോകുന്നതിന്റെ റീസൺ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. ആൽക്കഹോളിസത്തിന്റെ ശരിക്കും എന്താ വെച്ചാൽ യഥാർത്ഥ റീസൺസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാനത് ആൽക്കഹോളിസത്തിന്റെ സ്പെഷ്യൽ സെഗ്മെന്റ് തന്നെയുണ്ട്. അവിടേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കാരണം ഇത് റെഫർ ചെയ്യാൻ ഒരുപാടുണ്ട്. സോ ദർ ആർ ലോട്ട് മെനി പ്ലേസ്. മദ്യത്തിലേക്ക് ആൾക്കാർ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഇമോഷൻസ്, ഭയങ്കര അബ്യൂസീവ് ആയിട്ട് ആൽക്കഹോളിസം വരുന്നതിന്റെ വെച്ചാൽ സഫേർഡ് ഫ്രം എ ഹോസ്റ്റൈൽ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാരന്റ്സ്. അതായത് മദ്യത്തിലേക്ക് ആൾക്കാർ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട റൂട്ട് കോസ് പറയുന്നത് യു മേ ഹാവ് സഫേർഡ് ഫ്രം എ ഹോസ്റ്റൈൽ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്. അതായത് നന്നായിട്ട് അടിക്കുകയും ചെയ്യും, നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യും. നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് അടിക്കുക, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ചെറുപ്പകാലത്ത് കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടി ഇത്തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലവ്, ഒരു കൺഫ്യൂസ്ഡ് ലവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് അടിച്ചു, നന്നായിട്ട് ഷൗട്ട് ചെയ്തു, നന്നായിട്ട് എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്തു, അതേ സമയത്ത് നന്നായിട്ട് എന്ത് ചെയ്യാണ്, സ്നേഹിക്കുകയും ചെയ്യും. സ്നേഹം കൊടുക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും, സ്നേഹം കൊടുക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് പോയിട്ടുള്ളത് എങ്കിൽ അത് പലപ്പോഴും എന്താ വെച്ചാൽ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാരന്റ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ തന്നെ അത് വല്ലാണ്ട് കുട്ടിയെ ബാധിച്ചിട്ടുണ്ട്, വല്ലാണ്ട് മനസ്സിന് വിഷമം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ വിച്ച് യു ലെഫ്റ്റ് ഫീലിംഗ് ഇമോഷണലി ഇൻസെക്യൂർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഒരു എപ്പോഴും ഇമോഷണലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ചെറുപ്പത്തിലായ മുതൽ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ആ വ്യക്തിക്ക് ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യാണ്, ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ഞാൻ നല്ലതാണോ, ഞാൻ ചീത്തയാണോ, ഞാൻ നല്ല കുട്ടിയാണോ, ഞാൻ ചീത്തയാണോ, എപ്പോഴും ഒരു മനസ്സിലാവുന്നുണ്ടോ? ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഞാൻ നല്ലതാണോ, ഞാൻ ചീത്തയാണോ എന്നുള്ളത് എന്തില്ല, ഒരു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് വെച്ചാൽ പലപ്പോഴും എന്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൽക്കഹോളിസം പോലുള്ള അഡിക്ഷൻസിലേക്കും സംഗതിയിലേക്കും പോകും. ഐഡന്റിറ്റി ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ ഒരു കുറച്ചുകൂടെ എന്താ വെച്ചാൽ റിബലായി മാറാൻ സാധ്യതയാണ്. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് പോകുന്ന ആൾക്കാര് സിഗരറ്റ് ആയിക്കോട്ടെ, സിഗരറ്റ് സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള മദ്യം കഴിക്കുന്ന സംഗതിയിലേക്ക് ആയിക്കോട്ടെ പോകുന്ന ആൾക്കാർ ഒരു റിബൽ ക്യാരക്ടറായിട്ട് മാറുന്നവര്. ചെറുപ്പത്തില് വീട്ടില് സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള വഴക്ക് കേൾക്കുക, നീ ശരിയല്ല, എല്ലാരെയും കണ്ടുപിടിക്കുക, നീ എന്താ ഇങ്ങനെയുള്ള കമന്റുകൾ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അവരെവിടെയാണ്, ഫാമിലിയിൽ അവരുടെ സ്ഥാനം എന്താണ്, അവരുടെ ഫാമിലിയിൽ എന്താ വെച്ചാൽ അവരൊരു മോശം വ്യക്തിയാണ് എന്നുള്ള ഒരു ഫീലിംഗ് വല്ലാണ്ടുണ്ട്. ഈ ഫീലിംഗ് ഉള്ള ആൾക്കാരാണ് എന്താ വെച്ചാൽ വഴി തെറ്റി പോകാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതൽ. സ്നേഹമുണ്ടെങ്കിൽ പോലും സ്നേഹിക്കപ്പെടേണ്ട ആൾക്കാർ പലപ്പോഴും എന്താ വെച്ചാൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, അതിനുള്ള കഴിവ് കുറവായിരിക്കും. മറ്റുള്ളവരിലേക്ക് എന്താ വെച്ചാൽ ഹൃദയം തുറന്ന്
നിങ്ങൾക്ക് കറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ. ഇത്തരത്തിലുള്ള സംഗതികളിലൂടെയൊക്കെ ഒരാൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഒരു എന്താ പറയുക, യു ഹാവ് എ ലേൺഡ് ഹൗ ടു കോപ്പ് വിത്തൗട്ട് ദ നെർച്ചറിങ് ലവ് ഓഫ് എ മദർ. ഒരു അമ്മയുടെ നല്ലൊരു സ്നേഹം കിട്ടേണ്ട രീതിയിൽ, മാതാവിന്റെ നല്ലൊരു സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടാതെ വളർന്ന ഒരവസ്ഥയ്ക്കാണ് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് ഒരാൾ പോകുന്നത്. സോ ആൽക്കഹോൾ നൽകുന്നത്, മദ്യം നൽകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നൽകുന്നത് ഗിവ്സ് എ ടെമ്പററി ഫ്രീ ടിക്കറ്റ് ഔട്ട് ഓഫ് സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസ്. ഭയങ്കരമായിട്ടുള്ള വെച്ചാൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതെത്താൻ സഹായിക്കുന്നു. ഒരു സെൽഫ് മെഡിക്കേഷൻ ആയിട്ട് മദ്യത്തെ കാണുന്നു. അതായത് നമ്മുടെ ടെൻഷനിൽ നിന്നും, നമ്മുടെ വിഷമത്തിൽ നിന്നും, നമ്മുടെ ഒറ്റപ്പെടലിൽ നിന്നും ഒക്കെ നമുക്കൊരു റിലീഫ് കിട്ടുന്ന ഒരു മരുന്നായിട്ട് എന്ത് ചെയ്യാണ്, മദ്യത്തെ കാണുന്നതാണ്. അപ്പൊ ഇതാണ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട്, അതിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടാനുള്ള സ്വഭാവത്തിലേക്ക് നയിക്കുന്നു. ഇത് ആക്ച്വലി നമ്മൾക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, ഈ പെയിൻ. അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ട്രോമ ഹീൽ ചെയ്യണം. ചെറുപ്പത്തിൽ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടിയ സ്നേഹം, കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇന്നർ ചൈൽഡിനെ ഓരോ മെമ്മറീസും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ പൊതുവെ കാണുന്നൊരു സംഗതി, അവർക്ക് ഒരു ഡിസ്ട്രക്റ്റീവ് ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റും. സ്വയം നശിക്കുന്ന റെഡ് ആങ്കർ ഉള്ള എന്തെങ്കിലും വസ്തുക്കൾ സ്വയം വേദനിപ്പിക്കുക, സ്വയം പട്ടിണിക്കിടുക, സ്വയം വേദനിച്ചൊരു ഒരു ഭാഗത്ത് പോയിട്ട് ഇരിക്കുക, വാശി പിടിക്കുക, ഇങ്ങനെയുള്ളൊരു പാറ്റേൺ കാണാൻ പറ്റും അവർക്ക് ചെറുപ്പം മുതലേ. സ്വയം തെറ്റിപ്പിരിഞ്ഞു പോവുക, ഞാനില്ല, വല്ലാത്തൊരു വാശി കാണിക്കുക, അങ്ങനെയുള്ള സ്വഭാവം ചെറുപ്പം മുതലേ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവം ചെറുപ്പം മുതലേ ഡെവലപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കെന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പതിയെ കാണാൻ പറ്റും. വല്ലാണ്ട് സന്തോഷത്തോട് കൂടിയിട്ട്, ആഹ്ലാദത്തോട് കൂടിയിട്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളോ, കുട്ടികളായിരിക്കുമ്പോൾ കളിക്കാനോ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അവിടെയൊക്കെ കൺട്രോൾ ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, നന്നായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാനും കളിക്കാനും ഒന്നും ഫീലിംഗ് കിട്ടിയിട്ടില്ല, അതും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട് ഇത്തരക്കാരിൽ. പലപ്പോഴും അഡിക്ഷൻസിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ, ഇത് ആൽക്കഹോളിന്റെ കേസ് മാത്രമല്ല, പൊതുവെയുള്ള പല അഡിക്ഷൻസിലേക്കും, സബ്സ്റ്റൻസ് അബ്യൂസിലേക്കും, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഗതിയിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് കാണുന്നത്. യു ഫീൽ ആസ് ഇഫ് ബീങ് ഹാപ്പി ഈസ് എ ത്രെറ്റ് ടു യുവർ സേഫ്റ്റി ബിക്കോസ് യു ആർ പണിഷ്ഡ് വെനെവർ യു എക്സ്പ്രസ് ജോയ്. സന്തോഷം വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്തിരുന്ന സമയത്ത്, ചെറുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്തിരുന്ന സമയത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തഴയപ്പെട്ടു. അങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, ആസ്വദിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വല്ലാണ്ട് അത്തരത്തിലുള്ള സമയത്തൊക്കെ ഒരു കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന, അപ്പൊ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ, ആഗ്രഹിച്ച സമയത്തൊക്കെ ദുഃഖമാണ് വന്നത്. അപ്പൊ സന്തോഷിക്കാൻ എന്തില്ല, അർഹതയില്ല. അപ്പൊ ദുഃഖിച്ചിട്ട് ആശ്വാസം കണ്ടെത്തും. ചില ആൾക്കാരില്ലേ ദുഃഖത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവര്, ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, വിക്ടിം മെന്റാലിറ്റി കണ്ടിട്ടുണ്ടോ? കംപ്ലൈനിങ് മോഡിലേക്ക് പോകുന്നു, അതിൽ വല്ലാത്തൊരു ആശ്വാസം കിട്ടും. കുറെ കരയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, വല്ലാണ്ട് കരയുമ്പോൾ ഒരു ആശ്വാസം, അതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. ഒരുപാട് കരയുമ്പോൾ ഒരുപാട് ആശ്വാസം കിട്ടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വല്ലാത്ത, ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അപ്പൊ എന്താ വെച്ചാൽ ഇതിന് മുൻപ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ വിഷമിച്ചപ്പോഴാണ്, കരഞ്ഞപ്പോഴാണ് പലരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ വിഷമിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്തത്. സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മള് സ്നേഹം അർഹിക്കുന്ന വ്യക്തിയാണ്, നമ്മളെടുത്ത് ന്യായം ഫീൽ ചെയ്യുന്നത് നമ്മൾ കരയുമ്പോഴാണ്. നമ്മളൊരു ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു ന്യായം ഫീൽ ചെയ്യുന്നത്. എസോർണോ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ എഫക്ട് പോകുന്നത്. അപ്പൊ ഇത് നമുക്കൊരു പാറ്റേൺ ആയിട്ട് മാറും. ഈ അഡിക്ഷൻസിലേക്ക് പോകുന്ന വെച്ചാൽ ദുഃഖിച്ചിരിക്കുക, വെറുതെ ഇരിക്കുക, വിഷമിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, ആ സമയത്ത് നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുക, അതിന് നമ്മൾ അർഹിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു ഫീലിംഗ് വരുന്നത്, ഞാൻ
നല്ലവനാണ്, അല്ലെങ്കിൽ ഞാൻ വേദനിപ്പിക്കപ്പെട്ടവനാണ്, ഞാൻ നിരപരാധിയാണ് എന്ന ഒരു നന്മയുടെ ഫീലിംഗ് നമുക്ക് വരും. എന്നിട്ട് അതൊരു കാരണമായിട്ട് എന്ത് ചെയ്യും, അതിൽ പെയിൻ ഉണ്ട്, ആ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടുന്ന ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക്, അഡിക്ഷൻസിലേക്ക് ഡെവലപ്പ് ആവുകയും ചെയ്യും. സോ യു ഫീൽ വെരി അൺഡിസേർവിംഗ് ഓഫ് അക്സെപ്റ്റൻസ് ആൻഡ് ഓഫൻ വർക്ക് വെരി ഹാർഡ് ടു ഗെയിൻ റെക്കഗ്നിഷൻ ആൻഡ് പ്രൈസ്. ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും എന്താ വെച്ചാൽ ചില തൊഴിൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവർക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പരിഗണന ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആ അക്സെപ്റ്റൻസ്, ഒരു വില കിട്ടാൻ ഇല്ലേ. ചില ആൾക്കാർ പറയണേ, എന്റെ നാട്ടുകാരുടെ മുൻപിൽ എനിക്കൊരു നിലയും വിലയില്ല, എന്റെ വീട്ടുകാരുടെ മുൻപിൽ ഒരു നിലയും വിലയില്ല, അപ്പൊ എനിക്ക് കാണിച്ചു കൊടുക്കണം, വിജയിച്ച് കാണിച്ചു കൊടുക്കണം, സമ്പത്ത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. എസ് ഓർ നോ? ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും എന്താ വെച്ചാൽ ആ ഒരു സംഗതി ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശി, അത്തരത്തിലുള്ള വാശി സംഗതികളൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു വലിയ പെയിൻ ആയിട്ട് മാറും. അത് നമുക്ക് പിന്നീട് നമ്മൾ അതെന്ത് ചെയ്യും, ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെ വലിയ നേട്ടങ്ങൾ നേടിയാലും അത് മതിയാവില്ല എന്നുള്ള ഒരു ഫീലിംഗ് വരും. ഉടനെ നമുക്കൊരു ഒരു സങ്കടം വീണ്ടും വരും. ആ സങ്കടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതെന്താ വെച്ചാൽ ഹീൽ ചെയ്ത് കളയണം, റിമൂവ് ചെയ്യണം. മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പ്രോബ്ലംസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് വരുന്നത്, നിങ്ങൾക്ക് വല്ലാണ്ട് സപ്പോർട്ട് കിട്ടണം, സപ്പോർട്ട് കിട്ടണം, സപ്പോർട്ട് കിട്ടാറ് ചെറുപ്പത്തിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ വേറെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ലൈഫിൽ ഒരു പീസ്ഫുൾ ആയിരിക്കില്ല, കുറെ കോംപ്ലിക്കേഷൻസ് ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും അഡിക്ഷൻസിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഹെൽപ്പിംഗ് പീപ്പിൾ ഔട്ട്സൈഡ് ദ ഫാമിലി ടേക്സ് പ്രയോറിറ്റി ബിക്കോസ് ഇറ്റ് മേക്സ് യു ഫീൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഹെൽപ്പ് ചെയ്യില്ല. പുറത്തുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഹലോ, എന്തിനാണത്? മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യില്ല, സ്വന്തം ഫാമിലിയിൽ കാര്യങ്ങൾ ചെയ്യില്ല, എന്നാൽ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് അഡിക്ഷൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ, അഡിക്ഷൻസ് ഉള്ള ആൾക്കാർക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ. അപ്പൊ ഇതെന്താണ് സംഗതി, റെക്കഗ്നിഷൻ ആണ് അഡിക്ഷൻസിലേക്ക് നയിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. റെക്കഗ്നിഷൻ ഇല്ലായ്മ, പരിഗണന കിട്ടാതിരിക്കുക, ഇമ്പോർട്ടന്റ് ആണെന്ന് ഫീൽ ചെയ്യാതിരിക്കുക. ബൈ കോൺട്രാസ്റ്റ് ഹെൽപ്പിംഗ് ദോസ് വിത്തിൻ ദ ഫാമിലി ഓൺലി ആഡ്സ് ടു യുവർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബർഡൻസ്. സ്വന്തം ഫാമിലിയിലുള്ളവരെ സംരക്ഷിക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഫീൽ ചെയ്യും, അതൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ പുറമേ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, കാരണം പുറമേ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് താങ്ക്സ് പറയും, അവർ നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഉള്ളിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയില്ല. അപ്പൊ സ്വന്തം ഫാമിലിയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, സ്വന്തം ഫാമിലിയിൽ നിന്ന് റെക്കഗ്നീഷൻ കിട്ടുന്നില്ല, സ്വന്തം ഫാമിലിയിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് അത് കിട്ടാത്തവർക്ക് എപ്പോഴും ദുഃഖമുണ്ടാകും, അവർക്ക് എപ്പോഴും എന്താ വെച്ചാൽ പ്രശ്നമുണ്ടാകും. അപ്പൊ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. യു ഹാവ് ടു അഡ്രസ് ഇറ്റ്. ചെറുപ്പത്തിൽ അത് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. സ്വന്തം ഫാമിലിയിൽ, സ്വന്തം വീട് എന്ന് പറയുന്ന ഒരു 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 സന്തോഷം ഫീൽ ചെയ്യാത്ത, ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്ത ഒരു സ്ഥലമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. And focusing more on the others outside of the family seems to be a way of punishing loved ones. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സ്വന്തം ഫാമിലിയിലുള്ളവരെ സ്നേഹിക്കില്ല, പുറമേ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യും. അതെന്താണ്? ഉള്ളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകും, സ്വന്തം ഫാമിലി ഞാൻ ചെയ്യൂല, അവരോട് പോകാൻ പറ, അവരെ ഒരു പണിഷ്മെന്റ് കൊടുക്കണം, കാരണം അവരെന്നെ സ്നേഹിച്ചിട്ടില്ല. അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള ഒരു ഫീലിംഗ്, അവരോടൊരു പകയുണ്ട്.
മനസ്സിലാവുന്നുണ്ട്. അവർക്ക് ഞാൻ കൊടുക്കില്ല, അവർക്ക് ഞാൻ ഒന്നും ചെയ്തു കൊടുക്കില്ല, കാരണം അവർ ശരിയല്ല. അവരെനിക്കറിയാം, അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ചെറിയൊരു പണിഷ്മെന്റിന്റെ ഫീൽ ചെയ്യാം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫീൽ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള, മനസ്സിലാവുന്നുണ്ടോ, ഇത്തരത്തിലുള്ള രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പല അഡിക്ഷൻസിലേക്കും പല സംഗതിയിലേക്കും പോകും. യു ഓഫൻ ബിലീവ് യു ആർ എ വിക്ടിം ഓഫ് യുവർ ബാഡ് ഹാബിറ്റ്സ്. ചില ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ സ്വന്തം ബാഡ് ഹാബിറ്റ്സിൽ ഭയങ്കരമായിട്ട് വിക്ടിം ഫീൽ ചെയ്യും, പവർലെസ് ടു കൺട്രോൾ ദം, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഫീലിംഗ്സിന്. ആൻഡ് ആൽക്കഹോളിക്സ് ഓഫൻ ക്രിയേറ്റ് എ ലൈഫ് ഓഫ് ദംസെൽസ് വെയർ എവരിവൺ എൽസ് ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദം ആൻഡ് ഓൾവേസ് റെസ്ക്യൂയിങ് ദം. ഭയങ്കരമായിട്ട് ആൽക്കഹോളിനോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ പലപ്പോഴും അതിൽ ചെന്ന് ചാടി പ്രശ്നത്തിലായി സംഗതികളിലാവുമ്പോൾ ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതിൽ അവർക്കൊരു വല്ലാത്ത ആശ്വാസം കണ്ടെത്തുന്ന ഒരു സംഗതി ഉണ്ടാവും. ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു തിങ്കിങ് അവരെന്ത് ചെയ്യും, ഒരു പാറ്റേൺ അവർ ഡെവലപ്പ് ചെയ്യും. മറ്റുള്ളവരുടെ അപ്പൊ ഈ ഒരു സംഗതി, ഇത്തരത്തിലുള്ള സംഗതി എന്താ വെച്ചാല്, പ്രോബ്ലം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻസ് വരുന്നത് ലാക്ക് ഓഫ് ലവിൽ നിന്നാണ്. പ്രോപ്പർ ആയിട്ടുള്ള സ്നേഹം കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതിൽ നിന്നാണ് അഡിക്ഷൻസ് വരുന്നത്. അപ്പൊ ആ അഡിക്ഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലവ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. കുക്കിംഗ് ഭയങ്കരമായിട്ട് താല്പര്യത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുക്കിംഗ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. കുക്കിങ്ങിന് വല്ലാണ്ട് താല്പര്യം, ആൾക്കാരെ കുക്ക് ചെയ്യണം, കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെയുള്ള താല്പര്യം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് വെച്ചാൽ കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, ക്ലീനിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ക്ലീനിങ് എന്താണ്? ക്ലീനിങ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് വൃത്തിയാക്കുന്നത് എന്താണ്? നമ്മളുടെ മനസ്സിനുള്ളിലുള്ള സ്ട്രെസ് അതാണ് പുറത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടും ചില ആൾക്കാർ. ശരിയാണോ? വീട് ഭയങ്കരമായിട്ട് ആശ്വാസം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. ഇത് മനസ്സിനുള്ളിൽ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് അത് വീട് വൃത്തിയാക്കുക, ക്ലീനിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് പോകുക, അത് എല്ലാം ക്ലീൻ ആക്കി വെക്കുന്നതിലേക്ക് പോകാം. എന്തുകൊണ്ടാണ്? അത് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഉള്ളിൽ അത്രയും സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ക്ലീനിങ് സംഗതികളും. നമ്മളുടെ പല പ്രവർത്തികളും നമ്മൾ ചില മേഖലയിൽ നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഹൈപ്പർ ആക്റ്റീവ് ആകുന്നുണ്ട് എങ്കിൽ, ഹൈപ്പറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്ട്രീം ലെവലിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തോ ഉള്ളിൽ നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. യു ഡെസ്പെറലി നീഡ് സപ്പോർട്ട് ആവശ്യമുള്ള ആൾക്കാരാണ് ഓവറായിട്ട് കുക്ക് ചെയ്യുക, പക്ഷെ സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷെ ആ സപ്പോർട്ട് ചോദിക്കാൻ അറിയൂല. യു ഡോണ്ട് നോ ഹൗ ടു ആസ്ക് ഫോർ സപ്പോർട്ട് വിത്തൗട്ട് ഫീലിംഗ് ഒബ്ലിഗേറ്റഡ് ഫ്രം റിട്ടേൺ ഓഫ് ഫേവർ. അതായത് തിരിച്ച് ആൾക്കാർക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ അവരെന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് സപ്പോർട്ട് ചോദിക്കാൻ പേടിയാണ്, സപ്പോർട്ട് ചോദിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയത്, സപ്പോർട്ട് ചോദിക്കില്ല. അങ്ങനെ സപ്പോർട്ട് ചോദിക്കാതെ, സപ്പോർട്ട് പക്ഷെ നന്നായിട്ട് ആവശ്യമുണ്ട് പല കാര്യത്തിലും. അപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത്, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത്, ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടി എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്നുള്ള ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ട് ഓവർ കുക്കിംഗ് സ്വഭാവം ഉണ്ടാകും. There is a resistance in dealing with issues in your life and cooking is a good distraction. ഫുഡ് കുക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ടൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറുന്ന ഒരു സംഗതി ചില ആൾക്കാർക്ക്. ഇതൊക്കെ ചില ആൾക്കാരിൽ മാത്രം കാണുന്നതാണ്. അതായത് സ്ട്രെസ് ഡീൽ ചെയ്യാൻ മനസ്സുകൊണ്ടൊരു ഭയങ്കരമായിട്ട് മടിയാണ്, അതിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് കുക്കിങ്ങിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി സ്ട്രെസ്സിൽ നിന്ന് അത് മാറാൻ ചില സ്ത്രീകൾ അത് ഭയങ്കരമായിട്ട് കുക്കിങ്ങും സംഗതികളൊക്കെ വെച്ചാൽ, ചിലരെന്ന് വെച്ചാൽ കുളിക്കുന്നത് ഓവറായിട്ട് കുളിക്കുന്ന സ്വഭാവമുണ്ട്, വല്ലാണ്ട് കുളിക്കുക, വൃത്തി. ഇഫ് യു ഫൈൻഡ് യുവർസെൽഫ് ബാത്തിങ്, ഷവറിങ് എക്സസീവ്ലി, യു മേ ലാക്ക് അഫെക്ഷൻ ആൻഡ് നർച്ചറിങ് ഇൻ യുവർ ലൈഫ്. സ്നേഹം, ജീവിതത്തിൽ വല്ലാണ്ട് അഫെക്ഷൻ കിട്ടിയിട്ടില്ല, കെയറിങ് കിട്ടുന്നില്ല,
നെർച്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്നേഹിച്ച് കെയർ ചെയ്ത് വളർത്തിയിട്ടില്ല. അതിന്റെ ഒരു കുറവ് വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് കുളിക്കുക, വൃത്തിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ വാസ് പാരനോയിഡ് അബൌട്ട് ലൈക്ക് ജെംസ് ആൻഡ് ക്ലീനേഴ്സ് മേ ഹാവ് റേസ്ഡ് യു. അത് അല്ലെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന, ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു വ്യക്തി കൂടുതലായിട്ട് വൃത്തിയുടെ കാര്യത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ മാതാപിതാക്കളാവാം, ആരും ആവാം. നമ്മളെ വളർത്തിയിട്ടുള്ള ആള് വൃത്തിയെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ വളർത്തിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് വളർന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭയങ്കരമായിട്ട് വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സംഗതി ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ കൺട്രോൾ ചെയ്യുമ്പോൾ, അവർ വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ഭയങ്കരമായിട്ടൊരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയിം ഫീൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത്, അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു മോശം, നമുക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന സംഗതികൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ കൂടുതലായിട്ട് ഗിൽട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് കുളിക്കാനുള്ള സ്വഭാവം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ചെറുപ്പകാലത്ത് സെക്ഷൽ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ, സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ സെക്ഷൽ ട്രോമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ, സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇവർക്കും ഇതേപോലെ ആ ഒരു കുളിക്കുന്ന സ്വഭാവം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഏറ്റവും വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കഴുകി കളയാൻ വേണ്ടിയിട്ട്, അപ്പൊ അതൊരു പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ആകുന്ന ഒരു സംഗതിയുണ്ട്. അത് കഴുകി കളയുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നു, ഓവറായിട്ട് കുളിക്കുന്ന സംഗതി. അപ്പോ ഒരുപാട് ഇതേപോലുള്ള സംഗതികൾ എന്ന് വെച്ചാല് അഡിക്ഷൻസ് ഉണ്ട്. പല ആൾക്കാർക്കും പല രീതിയിലുള്ള അഡിക്ഷൻ. ഫുഡിന്റെ അഡിക്ഷൻസ് എന്ന് വെച്ചാൽ, യു യൂസ് ഫുഡ് ടു ഫിൽ ദ ഗ്യാപ്സ് ഇൻ യുവർ ലൈഫിൽ കുറെ പല കാര്യങ്ങളിലും ഗ്യാപ്പ് ഫീൽ ചെയ്യാം. അങ്ങനെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവര് ഫുഡ് ഓവറായിട്ട് കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ലൈഫിൽ എന്തൊക്കെയോ ഗ്യാപ്പ് ഉണ്ട്. അതായത് ലൈഫിൽ ഫുൾഫിൽമെന്റിന്റെ ഒരു കുറവ്, ഒരു തൃപ്തിയില്ലായ്മ, ഒരു മനസ്സിനൊരു തൃപ്തിയില്ല, ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ അതിനൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നതായിട്ട് അവർക്ക് വരും. സോ യു ഫൈൻഡ് കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി ഇൻ ഫുഡ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ചലഞ്ച് യുവർ കംഫർട്ട് സോൺ. യു ഹാവ് എ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ്. ലൈഫിൽ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ, അതേപോലെ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ. അതായത് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരാളുമായിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിൽ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഫീൽ ചെയ്യാതിരിക്കുക, അവിടെ കൺട്രോൾ ഫീൽ ചെയ്യുക. സ്വന്തം ലൈഫ് പാർട്ണർ ഭയങ്കരമായിട്ട് കൺട്രോളിങ് ആണെന്നുണ്ടെങ്കിൽ ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കൺട്രോളിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള തോന്നൽ എപ്പോഴും ഫീൽ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടോ അറിവുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു അബ്യൂസ് ഫീൽ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സംഗതിയിൽ വേണ്ട രീതിയിലുള്ള റെക്കഗ്നീഷനോ സ്നേഹമോ കാര്യങ്ങളോ കിട്ടുന്നില്ല, റെസ്പെക്റ്റോ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, ഓവർ വെയിറ്റിംഗ് ഉണ്ടാവും, അതേപോലെ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ abandon may have used to punish you. Like in 1 minute you had abundance of love and attention, then 6 times into your absence for a long period of time. ചില ആൾക്കാർ, ചില ലൈഫ് പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, അതേ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഇടുക. ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഈറ്റിംഗ് വല്ലാണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അപ്പൊ പല രീതിയിലുള്ള അഡിക്ഷൻസ്, പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുണ്ടായി. ഇതെല്ലാം നമ്മൾ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്നേഹത്തിന്റെ കുറവാണ് നമുക്ക് അഡിക്ഷൻസിന്റെ പ്രശ്നം. മനസ്സിലായോ? സ്നേഹമാണ് മനുഷ്യന് വേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പം പല രീതിയിലുള്ള സ്നേഹം,
കെയറിങ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, നർച്ചറിങ്, ഇതാണ് മനുഷ്യനെ ഫിക്സ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇത് ഹീലിംഗിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ സ്വയം സ്നേഹിക്കാനും സ്വയം സ്നേഹം കൊടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഓരോ ഇഷ്യൂസിനെയും പുറത്തെടുത്തിട്ട് സ്വയം സ്നേഹിച്ച് ഹീൽ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാൽ ഹീലിംഗിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ പോകണം. വി നീഡ് എ ലോട്ട് ഓഫ് ലവ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതിലൊക്കെ പാറ്റേണിലൊക്കെ, അഡിക്ഷനിലെ പാറ്റേണിൽ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എല്ലാത്തിലും സ്നേഹത്തിന്റെ ഒരു കുറവ്, സപ്പോർട്ടിന്റെ ഒരു കുറവ്, സപ്പോർട്ട് കിട്ടാതിരിക്കുക, കൺട്രോൾ ചെയ്യപ്പെടുക, അബ്യൂസ് ചെയ്യപ്പെടുക. ഒന്നുകിൽ സ്നേഹം കിട്ടിയില്ല, അതല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെറുപ്പ് ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാവുക, പീഡിപ്പിക്കപ്പെടുക, വേദനിപ്പിക്കപ്പെടുക, കുറ്റപ്പെടുത്തപ്പെടുക. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. അഡിക്ഷൻസ് എവിടെ നിന്ന് വരുന്നു? പല അഡിക്ഷൻസിനെ പറ്റി നമ്മൾ അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ ഇത് ഹീൽ ചെയ്യണം. ഇത് സെൽഫ് ലവ് കൊടുത്ത് ഹീൽ ചെയ്യും. സെൽഫ് ലവ് കൊടുത്തിട്ട് ഹീൽ ചെയ്യും. എങ്ങനെ സെൽഫ് ലവ്? നമ്മുടെ മെഡിറ്റേഷൻസിൽ ഒരു സംഗതി ഉണ്ട് അല്ലെ, സെൽഫ് അക്സെപ്റ്റൻസ് കൊടുക്കും. നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ സെൽഫ് ലവ് കൊടുത്ത് നമ്മളോട് മാപ്പ് കൊടുത്ത് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ സ്നേഹിച്ച് അംഗീകരിച്ച് ചേർത്ത് പിടിച്ച് ഹീൽ ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള ഒരു ഹീലിംഗിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. 7-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാം. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ. അപ്പോൾ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ്, നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറും. നിങ്ങളെല്ലാവരും വരിക. ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരും കൂടെ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അന്ന് നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഹീലിങ്ങിന് അവസരമൊരുക്കുക. നിങ്ങൾക്കും ആ ഹീലിംഗ് വേണം. വേണ്ടേ? എസ്വർണോ? നമ്മളുടെ വിഷമങ്ങളിൽ നിന്ന്, നമ്മളുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മളുടെയൊക്കെ അധികം ആൾക്കാരുടെയും സ്വഭാവത്തിന്റെ പ്രശ്നം കിടക്കുന്നത്, നിങ്ങൾ ദേഷ്യപ്പെടുന്ന ആളാണ്. അത് സ്നേഹത്തിന്റെ കുറവാണ്. നിങ്ങൾക്ക് അസുഖങ്ങളുണ്ട്, സ്നേഹത്തിന്റെ കുറവാണ്. പല അസുഖങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെയും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ കിട്ടാത്തതിന്റെ ഒക്കെ കുറവാണ്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള സ്നേഹം നമുക്കുണ്ടാവണം, പ്രോപ്പറായിട്ടുള്ള കെയറിങ് നമുക്കുണ്ടാവണം, പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കണം. അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. സോ കം ആൻഡ് അറ്റൻഡ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു അവസരം ഉപയോഗപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താം. ഹീൽ ചെയ്യണം. നല്ല രീതിയിലേക്ക് നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാലുള്ള ഏറ്റവും നല്ല അവസരമാണ്. അപ്പം നിങ്ങളുടെ അസുഖങ്ങളാണെങ്കിലും ശരി, അതെല്ലാം നമുക്ക് എന്താ വെച്ചാൽ ഹീൽ ചെയ്യണം. നിങ്ങളുടെ വേറെ എന്തെങ്കിലും കരിയറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളാണ്. എത്ര അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടും അങ്ങോട്ട് വിജയിക്കാൻ പറ്റുന്നില്ല, റെഡിയാകാൻ പറ്റുന്നില്ല, സപ്പോർട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് വല്ലാണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ പരിഹരിക്കപ്പെടണം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അതെന്താ വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പരമാവധി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വരിക. നമ്മുടെ EFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹീൽ ചെയ്യാൻ ശ്രമിക്കാം. തെറാപ്പീസ് നൽകാം, സപ്പോർട്ട് നൽകാം. അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. സോ ഐ വാണ്ട് എവ്രിബഡി ടു ജോയിൻ. പരമാവധി ആൾക്കാർ എന്താ വെച്ചാൽ, അപ്പൊ നിങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അഡിക്ഷൻസ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ അതൊരു റെഫറൻസ് ആണ്, ഞാൻ നിങ്ങൾക്ക് പ്രൂഫായിട്ട് എടുത്തത്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഈ മേഖലയിൽ ഒരുപാട് കാലങ്ങളായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഇവട്രോസ് എന്ന് പറയുന്ന റിസർച്ചർ
അവർ എഴുതിയിട്ടുള്ള, അവർ കണ്ടെത്തിയിട്ടുള്ള, ഇവർ ഈ മേഖലയിൽ റിസർച്ച് നടത്തുന്നവരാണ്. മെറ്റാഫിസിക്കൽ അനാട്ടമി എന്ന് പറയുന്ന സയൻസ് മേഖലയിൽ റിസർച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ അസുഖങ്ങൾ ഉണ്ടാകുന്നതും എങ്ങനെയാണ്, ഓരോ സ്വഭാവങ്ങൾ നമുക്ക് പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്പായി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അവർ പഠിച്ചിട്ടാണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം അത് നിങ്ങളിലേക്ക് നൽകുന്നത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നമ്മളുടെ ഹീലിങ്ങിന് നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഹീലിങ്ങിന് നമുക്കെന്ന് വെച്ചാൽ കെയറിങ് ആവശ്യമാണ്, പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, ലവ് ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് യൂട്ടിലൈസ് ദിസ്. വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും മറികടക്കാനുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ ആ ഒരു നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇത് ഒരു ട്രോമ റെസ്പോണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ പ്രോബ്ലമായിട്ട് കണക്ട് ആണ്. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച സ്നേഹക്കുറവ്, ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അബാൻഡൻമെന്റ്, ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ ഇട്ടേച്ചു പോയത്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. നമ്മളെ ഇട്ടേച്ചു പോയി, നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഫീൽ ചെയ്യാം. ആ ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പം അതിന്റെ പെയിൻ എന്ന് പറയുന്നത് ചെറിയ പെയിൻ അല്ല. സോ ഇറ്റ്സ് ഈസ് സോ മച്ച് ദെയർ. പക്ഷെ നമ്മൾ വിക്ടിമായിട്ട് നിൽക്കാൻ പറ്റുമോ? വിക്ടിമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണെന്ന് അറിയാം? വിക്ടിമായി നിൽക്കാന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ അഡിക്ഷൻ, ലോകത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് വിക്ടിം ആവുക, സെൽഫ് പിറ്റി എന്ന് പറയും. സ്വയം എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ എനിക്കിങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്. ഇതിലും വലിയ അഡിക്ഷൻ വേറെ ഇല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് എല്ലാവരോടും പറയാം. പിറ്റി പാർട്ടി നടത്തുക, അതായത് സങ്കടങ്ങൾ പറഞ്ഞു നടക്കുക. എനിക്കിങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതൊരു ഭയങ്കര ആശ്വാസം കിട്ടുന്ന വാക്കാണ്. മനസ്സിലായോ? ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്കിതൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അത് ഹീല് ചെയ്യണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. വേറൊരാൾക്കും അത് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള പ്ലാറ്റ്ഫോമിന് നിങ്ങൾക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യം. വരേണ്ട കാര്യവും അതിലേക്ക് നിങ്ങളെ അങ്ങോട്ട് തീരുമാനിക്കേണ്ട കാര്യം നിങ്ങളാണ് ചെയ്യുന്നത്, നമ്മളാണ് ചെയ്യുന്നത്. മനസ്സിലാണല്ലോ? അപ്പൊ സെൽഫ് പിറ്റി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡിക്ഷനാണ്. ഈ അഡിക്ഷനാണ് ഏറ്റവും വലിയ മറ്റുള്ള അഡിക്ഷൻസിലേക്കൊക്കെ നമ്മൾ നയിക്കും. എനിക്ക് സ്നേഹം കിട്ടിയില്ല, എനിക്ക് കരുണ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടില്ല, എന്നെ അവരെങ്ങനെ ചെയ്തു, ഈ വേർഡിലേക്ക് നമ്മൾ ഒതുങ്ങുമ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഫീലിങ്സ് അവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ ഫീലിങ്സ് സ്റ്റോപ്പ് ചെയ്യപ്പെടണം. ഈ ഫീലിങ്സ് കൂടുതൽ അവിടെ വളർത്താൻ പാടില്ല. അത് വളർത്തുന്നത് അതൊരു അവയർനെസ് ആയി മാറാൻ പാടില്ല. ഇന്നലെ സെഷൻ അവയർനെസ് ആയിരുന്നു. ഇപ്പൊ വിക്ടിം മെന്റാലിറ്റി ഒരു അവയർനെസ് ആയിട്ട് വരാൻ പാടില്ല. ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും കേൾക്കുമ്പോൾ നമ്മളിൽ അധികം ആൾക്കാരും വിക്ടിം ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ വിക്ടിം ആയി കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് ഹീല് ചെയ്യണം. ഹീല് ചെയ്യാനുള്ള ഒരു ഇരുത്തം ഇരിക്കണം. എന്നിട്ട് ഹീല് ചെയ്ത് ഈ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കും. അതെങ്ങനെ പുറത്തെടുക്കുക? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാനാണ്, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ്, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫീലിങ്സ്, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്, ഐ ഡിസൈൻ മൈ ലൈഫ്, ഐ ക്രിയേറ്റ് മൈ ലൈഫ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ബെറ്റർ ആക്കി എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ എങ്ങനെയാണ് ചില ആൾക്കാർ എന്താ വെച്ചാല് ഇതിലും വലിയ താഴേക്കുള്ള അവസ്ഥയിലേക്ക് പോകും. എന്ത്? ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ, ഞാൻ പോരാ, എനിക്കിങ്ങനെയാണ്, 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 എനിക്കിങ്ങനെയാണ്. അത് മറ്റൊരു സംഗതിയാണ്. സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് പകരം സ്വയം ബ്ലെയിം ചെയ്യുക, ഷെയിം ചെയ്യുക, സ്വയം കുറ്റപ്പെടുത്തുക. സ്വയം കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നെ ആ കുറ്റപ്പെടുത്തലിൽ നിന്ന് സ്വയം ബ്ലെയിം ചെയ്ത്, സ്വയം കുറ്റപ്പെടുത്തലിൽ നിന്ന് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആ കുറ്റപ്പെടുത്തല് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് കുറച്ചൊരു ആശ്വാസം. ഇത് രണ്ടിൽ നിന്നും രക്ഷപ്പെട്ടു വരണം. സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും സാഹചര്യങ്ങളെ കുറ്റപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു വരണം. റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ലവ് കൊടുത്ത്, കമ്പാഷൻ കൊടുത്ത്, സ്വന്തത്തെ സ്ട്രെങ്ത് ആക്കി, ഹാപ്പി ആക്കി തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ ഏറ്റവും വീക്കായി നിൽക്കുന്ന സ്റ്റേജ് ഇതൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ശ്രമം നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം, ഒരു സേഫ് സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ് ഷാഫിംഗ് സ്പേസ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു മീറ്റപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തരിക. അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. അവിടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു സംരക്ഷണം പ്രൊവൈഡ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ദാറ്റ്സ് വൈ യു ആർ കമ്മിങ്. അവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടുക, അവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഹീലിംഗ് കിട്ടുക, അവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു തെറാപ്പി ലഭിക്കുക, അവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു കൈത്താങ് ലഭിക്കുക, അവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു സംരക്ഷണം ലഭിക്കുക. ദാറ്റ്സ് വാട്ട് ഈസ് ഗോയിങ് ടു ഗെറ്റ് ദെയർ. സോ കം ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ഡേ ആൻഡ് സ്റ്റാർട്ട് ടു ചേഞ്ച് യുവർ ലൈഫ്. ഇതൊരു ബിഗിനിങ് ആവണം. വേണ്ടേ? ആർ യു എക്സൈറ്റഡ്? ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ. ഹോപ്പ് യു ആർ ഓൾ എക്സൈറ്റഡ്. സോ ലെറ്റ്സ് go there and try to do that. ഓക്കെ, അപ്പൊ മറക്കരുത് അവിടേക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഒരൊറ്റ ദിവസം എല്ലാവരും ഒത്തുകൂടുന്നു, നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, മികച്ച രീതിയിൽ ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സോ കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, വരിക. പറഞ്ഞല്ലോ, 1100 രൂപയാണ് നമ്മൾ അതിന് ടിക്കറ്റ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതൊരിക്കലും പ്രോഫിറ്റ് ആയിട്ടുള്ള സംഗതിക്കല്ല. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമം നടത്തുക. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. സോ ലെറ്റ്സ് ഡു ദിസ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ സെഷൻ കൂടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ ഇന്ന് അല്ലെ 5-ാം തീയതിയായി. ടുഡേ ഈസ് 5th. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് പ്രോഗ്രാം. ശനി കഴിഞ്ഞ് മറ്റന്നാളാണ് പ്രോഗ്രാം. അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1-2 സീറ്റ് കൂടെ ബാക്കിയുണ്ട്, അവരെന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് കം ടു ദ പ്രോഗ്രാം. ഓക്കെ, ലാസ്റ്റ് ഡേയ്സിലാണ് സീറ്റുകൾ അങ്ങനെ ഫില്ലാവും. ലാസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് വിളിക്കാനുള്ളവർ എന്തായാലും പെട്ടെന്ന് വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക, മറക്കരുത്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നും എന്തെങ്കിലുമൊക്കെ ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഡിഡ് യു ഗെറ്റ് എനിത്തിങ്? ഡിഡ് യു ലേൺ എനിത്തിങ്? അഡിക്ഷൻസിന്റെ കാരണം എന്താണ് എന്നുള്ളത്, സ്നേഹക്കുറവാണ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇഫ് ഇറ്റ് ഈസ് യെസ്, ദീപിക താങ്ക് യു. ചോദിക്കാനുണ്ടോ? ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക്. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൈ പൊക്കി. ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? സാറേ, ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെ പിന്നെ ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി, പിന്നെ 10-12 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ പോകുന്നുണ്ട്. അവിടെ ശരിക്കും ഹീലിംഗ് തന്നെയാണ് നടക്കുന്നത്. സാറ് പറഞ്ഞ മാതിരി അവിടെ ഇപ്പം റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ ഞാൻ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് അവര് ഈ ഒരു കൂട്ടായ്മയിലെത്തി ഇതിലേക്ക് എത്തുന്നത്. അന്നേരം 12 വർഷമായിട്ടും സ്വഭാവത്തില് ഒരുപാട് ആൽക്കഹോളിക്കിൻ്റെതായിട്ടുള്ള ഒരുപാട് ഈ ഒരു സ്വഭാവം ഉണ്ടാവും. അന്നേരം ഈ കൂട്ടായ്മയിൽ പോയി കഴിയുന്ന സമയത്ത് പോലെ ഓക്കെ ആവുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയൊക്കെ കറക്റ്റ് ആവാൻ ഹീലിംഗ് ശരിയാവോ? ഹീലിംഗ് ക്ലാസ് കൂടെ വന്നാൽ ക്ലാസ്സിൽ അതെ, അതായത് ഹീലിംഗിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കും? കംപ്ലീറ്റ് ആവുന്നില്ല. അതായത് ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല ആൽക്കഹോളിക് 12 വർഷത്തേക്ക് ആൽക്കഹോളിക് അഡിക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അപ്പം അല്ല 12 വർഷം, 10-20 വർഷം ആൽക്കഹോളിക് ആയിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു റിയേഷൻ സെന്ററിൽ പോയിട്ട്. ഇപ്പം 12-ാമത്തെ വർഷമാണ്. കുടി നിർത്തിയിട്ടുള്ള ഒരു ലൈഫാണ്. പക്ഷെ എന്നാലും സ്വഭാവത്തിൽ കുറെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വർക്കഹോളിക് ആണ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കൂട്ടായ്മയിൽ പോവലുണ്ട്, പക്ഷെ കൂട്ടായ്മയിലും അവിടെ ഒരു ഹീലിംഗ് തന്നെയാണ് നടക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ മനസ്സിലാവുന്നത് അതൊരു ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു റെക്കഗ്നേഷൻ ഇല്ലാത്ത അവിടുന്നായിരിക്കാം ഇതിന്റെ സ്നേഹം അതൊക്കെ കിട്ടാണ്ട് വരുന്നവരായിരിക്കും ഈ അഡിക്ഷനിലേക്ക് എത്തുന്നത്.
ഇവിടെ ഒന്ന് സമൂഹത്തിൽ ചെയ്യാൻ നിന്ന് പറ്റുന്നത് ഏറ്റവും ഒന്ന് കൂടുതൽ ചെയ്യാൻ അനുഭവിക്കുന്ന പറ്റുന്ന ഒന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലൈഫ് പാർട്ണർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നന്നായിട്ട് സ്നേഹം കൊടുക്കണം, നന്നായിട്ട് ആ കെയറിങ്, നന്നായിട്ട് വീട്ടിൽ നല്ല കെയറിങ് കൊടുക്കണം, നന്നായിട്ട് സ്നേഹിക്കണം. ചെറിയ കുട്ടികളെ സ്നേഹിച്ചതുപോലെ സ്നേഹം കൊടുത്തു തുടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ആ അതാണ് സ്നേഹം ആ നല്ല അത് അപ്രീസിയേഷൻ നന്നായിട്ട് കൊടുക്കുക. അപ്രീസിയേഷൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ ഉഷാറാണ്, കാര്യങ്ങളാണ്, നല്ലതാണ്, അങ്ങനെയുള്ള സംഗതികൾ കൊടുക്കുക. പിന്നെ ആളും സ്വയം എന്തായിരിക്കണം, സ്വയം സ്നേഹിക്കാനുള്ള ഇത്തരത്തിലുള്ള തെറാപ്പികൾ ചെയ്തു തുടങ്ങണം. ഇപ്പം ആൽക്കഹോളിക് ആ അനോണിമസ് പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. യെസ്, ഈ ഹീലിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളുടെ ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് സെൽഫ് ലവ്. അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം തുടരണം. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന ആ ആൽക്കഹോളിക് അനോണിമസിന്റെ സംഗതിയിൽ പോകുന്ന ആ സംഗതികൾ. രണ്ടാമത്തെ കാര്യം എന്ന് ആ പറയുന്നത് സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, EFT-ലേക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു തെറാപ്പി ഒക്കെ പഠിക്കുക, സ്വയം ആള് പഠിക്കുകയും തെറാപ്പി ചെയ്യുന്നതിനെ പറ്റിയും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കുക. പുറമെ കിട്ടേണ്ടത് ലൈഫ് പാർട്ണറോടുള്ള നല്ല സപ്പോർട്ട്. ഇത് ഈ ഓക്കെ ഒരു 3 സംഗതികൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പാർട്ണറുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നല്ല അപ്രീസിയേഷൻ കിട്ടണം. അപ്രീസിയേഷൻ, നല്ല റെക്കഗ്നിഷൻ കിട്ടണം, നല്ല ഫിസിക്കൽ ടച്ച് വേണം. അവർക്ക് നല്ല ഫിസിക്കലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് വേണം. തലോടലുകൾ, തലോടൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഹീലിംഗിൽ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ലൈഫ് പാർട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന കഡ്ലിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ, അത് ചിലപ്പം തുടക്കത്തിൽ അത് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് നല്ല അപ്രീസിയേഷൻ ഒക്കെ കൊടുത്ത് സ്നേഹത്തിലൊക്കെ കൊടുത്തിട്ട്, ചിലർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലർക്ക് തൊടുന്ന ഇഷ്ടം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതെന്തായിരിക്കണം, അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചിലപ്പം വൃത്തി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നവരുണ്ടാവും, വൃത്തി പ്രാധാന്യമുള്ള ആൾക്കാർ. അപ്പൊ വൃത്തി സ്മെല്ലൊക്കെ ചില ആൾക്കാർക്ക് നല്ലോണം ട്രിഗർ ചെയ്യും. എന്താ പറയാ, സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുക നമ്മുടെ ശരീരത്തിൽ നിന്ന്, ലൈഫ് പാർട്ണറുടെ ശരീരത്തിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ലോ വിയർപ്പിന്റെ സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ഫിസിക്കൽ ടച്ച് വല്ലാണ്ട് ആഗ്രഹിക്കില്ല. പക്ഷേ അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അവിടെ നല്ല വൃത്തിയായി കാര്യങ്ങളൊക്കെ ശരീരം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഹൈജീനിക് ആവുന്നത്. അതുകൊണ്ടാണ് ലൈഫ് പാർട്ണർ ആയിട്ടുള്ള ലൈഫിൽ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒരു ഹൈജീനിക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പെർഫ്യൂം ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, ലൈഫ് പാർട്ണർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂം ഒക്കെ നമ്മൾ ഇട്ട് നല്ലൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെഡേക്ക് വരുന്ന തരത്തിലുള്ള എന്താ പറയാ, ഒരു 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 എക്സ്ട്രീം, എങ്ങനെയത് പറയാ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആ വീട്ടിൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതും ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യണം നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ഇതെല്ലാം കൂടെ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എപ്പോഴും എന്താ വെച്ചാൽ കെയറിങ് ആണ് വേണ്ടത്. ഒരു മദർലി കെയറിങ് ആണ് ഇവർക്കൊക്കെ വേണ്ടത്. ഒരമ്മയുടെ സ്നേഹം, അത് ചെറുപ്പത്തിൽ അത് ഇതിന്റെ കുറവാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അത് നല്ല രീതിയിലേക്ക് കൊടുക്കാൻ പറ്റണം. അതിന് കൊടുക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കും ഉണ്ടാവും. ഐ മീൻ ലൈഫ് പാർട്ണർക്കും ഉണ്ടാവും. ലൈഫ് പാർട്ണർക്ക് എന്താ വെച്ചാൽ അത് കൊടുക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സ്വയം ഈ പറഞ്ഞിരിക്കുന്ന സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യണം. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഞാൻ കൊടുത്ത് എനിക്ക് മതിയായി എന്നൊരവസ്ഥയുണ്ട്. മനസ്സിലാകുന്നുണ്ട്? മറ്റവർക്ക് കിട്ടി. അപ്പം ആള് സെൽഫ് ഹീലിംഗ് ചെയ്താലേ നിങ്ങൾ കൊടുക്കുന്നതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. സെൽഫ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ആള് പക്ഷെ കിട്ടുന്നു, അതങ്ങനെ ഉപയോഗിക്കുന്നു. ആള് തിരിച്ച് നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്. നിങ്ങൾ എന്ത് ചെയ്യും, ഓവറായിട്ട് എക്സസീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ഭയങ്കര ടേക്കൺ ഫീലിംഗ് ഉണ്ടാവും. അത് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അവര് കെയറിങ്ങിൽ ഇത്തിരി കുറവാണ്. നമ്മളെ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് വരുന്ന സ്വഭാവം വെച്ചാല് നമ്മൾ പ്രതീക്ഷിക്കുന്ന, പിന്നെ എനിക്ക് ഒരു പേടിയാണ്. പിന്നെ രണ്ടാമതൊരു അഡിക്ഷനിലേക്ക് പോവോ എന്നുള്ള ഒരു പേടി എന്നെ എപ്പോഴും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാക്സിമം അറിവ്, നോളജ് എടുക്കാൻ ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് സാറ് പറഞ്ഞ മാതിരി ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും. അത് ശരിക്കും നോളജ് ഞാൻ മാക്സിമം എടുക്കാൻ തയ്യാറാളുണ്ട്. പക്ഷെ ഗ്രൂപ്പുകളിൽ പോയാലും എനിക്ക് തോന്നുന്നു അത്രയും ആവുന്നില്ല അത് കറക്റ്റായിട്ട്. കാര്യങ്ങൾ ഇപ്പൊ 12 വർഷം ഒക്കെ ആയി, പക്ഷെ ഇപ്പോഴും സ്വഭാവത്തിൽ കുറെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. പക്ഷെ അപ്പൊ അതെന്താ വെച്ചാല്, നമുക്കെന്താ വെച്ചാല് കുറച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അദ്ദേഹത്തെയും കൂടെ എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് ഈ സെൽഫ് ഹീലിംഗിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരും.
ഒരുപാടുണ്ട് സർ. സൊസൈറ്റിയിൽ ഈ ഒരു ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുകളിൽ നിന്ന് വിടുന്നവര് അല്ല, ഈ കുടി നിർത്തി ഡിയേഷൻ സെന്ററിൽ നിന്ന് വരുന്നവർക്ക് വീട്ടിലുള്ള ആളുകൾക്ക് ബോധേഡായിരിക്കില്ല. അവരെങ്ങനെ അവരോട് പെരുമാറണം എന്നുള്ളതൊന്നും അറിയില്ല. ഒരുപാട് അറിയില്ല, വിഷമം അനുഭവിക്കുന്ന ഫാമിലീസ് ഉണ്ട്. ഒരുപാടുണ്ട്. ഉണ്ട്. അപ്പൊ അത് അറിയാം. അപ്പൊ ഫാമിലിയാണ് വിഷമിക്കുക. അതിനൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും വരൂ. എന്നിട്ട് പറ്റുമെങ്കിൽ ലൈഫ് പാർട്ണറെ കൂടെ കൂട്ടും. ആ ഓക്കെ. കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്ക് വരാൻ ആ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് താല്പര്യമൊക്കെ ഇപ്പൊ ആയി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിൽ വരില്ല. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ എന്തായാലും കൊണ്ടുവരും. EFTക്ക് എന്തായാലും കൊണ്ടുവരാം. ശരി, ഇപ്പൊ ആ ശരി, ലെവലിൽ. ശരി. അപ്പൊ എന്തായാലും എന്താ വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ EFTന്റെ ഇതിപ്പോ നമ്മളൊരു മീറ്റപ്പ് പോലുള്ള EFT പ്രോഗ്രാമാണ്. നമുക്ക് EFTന്റെ ഒരു ഡെപ്തിലുള്ള പ്രോഗ്രാം വരുന്ന സമയത്ത് എന്തായാലും കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം. ഓക്കെ സർ. അതാവുമ്പോ എന്താ വെച്ചാൽ അതിൽ നമുക്ക് ഡെപ്തിൽ നമുക്ക് ഹീൽ ചെയ്യാനും സംഗതികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. അപ്പം എന്തായാലും സെൽഫ് ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമ്മളത്. അപ്പൊ അദ്ദേഹം കൂടെ സെൽഫ് ഹീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ടേക്കൺ ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം അദ്ദേഹം തിരിച്ചു തരാൻ തുടങ്ങും. രണ്ടുപേരുടെയും ഇടയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങും ഒരു ആശ്വാസവും ഒരു സമാധാനം ഫീൽ ചെയ്യും. മറ്റേതെന്താ വെച്ചാൽ ആള് സെൽഫ് ഹീലിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ സ്നേഹം എത്ര കൊടുത്താലും അതിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുള്ളൂ. അത് ശരിയാണ്. മനസ്സിലായോ? കൺസ്യൂം ചെയ്ത് അപ്പൊ എന്താ വെച്ചാല് അപ്പുറത്തെ ആൾക്ക് ഫീൽ ചെയ്യുക എന്താ വെച്ചാൽ അയാൾക്ക് കൊടുത്ത് മതിയാവും. പിന്നെ അയാൾക്ക് അത് വേറൊരു ട്രോമയും ഞാൻ എക്സോഷൻ സംഭവിക്കും. ബേൺ ഔട്ട്, ഭയങ്കരമായിട്ടൊരു പെയിന് വരും. ഞാൻ എത്ര ചെയ്തിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അടുത്ത ട്രോമയുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അതെന്ത്, നിങ്ങൾക്ക് പിന്നെ ഹീലിംഗ് ആവശ്യമായിട്ട് വരും. അപ്പൊ അത് എന്താ വെച്ചാൽ അത് പേടിക്കണ്ട. ഇതൊക്കെ പലതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അത് അവനവൻ അറിഞ്ഞിരിക്കുക, അവെയർ ആവുക. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളും എന്ത് ചെയ്യണം, രണ്ടുപേരും ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടത്. പ്രശ്നം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു തരത്തിലല്ല വേറെ രീതിയിൽ പെയിനിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ സെൽഫ് ഹീലിംഗ് എല്ലാവർക്കും വേണ്ടത്. അതെല്ലാവരും അഡ്മിറ്റ് ചെയ്യണം. അതൊരു ട്രോമ ആയതുകൊണ്ടോ ട്രോമ ഒരുപാട് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഡെയിലി നമ്മളുടെ സോളിനുള്ള ഒരു മെഡിസിനാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവരും അതെന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു പോവുക. സ്വയം അത് ഹീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സെൽഫ് ഹീൽ ചെയ്യാൻ പഠിക്കുക, സെൽഫ് ലവ് കൊടുക്കാൻ പഠിക്കുക. അപ്പൊ ആ സെൽഫ് ലവിൽ നിന്നും സെൽഫ് ഹീലിംഗിലൂടെയും നമ്മൾ എന്താ വെച്ചാൽ അത് ചെയ്ത് റെഡി ആയി വരുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ സ്ട്രോങ് ആവണം. നിങ്ങൾ നന്നായിട്ട് സെൽഫ് ഹീലിംഗ് കൊടുക്കണം. എന്നാൽ നിങ്ങൾ സ്ട്രോങ് ആയി നിങ്ങളുടെ എനർജി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു എനർജിയുടെ ഒരു എഫക്റ്റ് ഉണ്ട്. നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് അവർ ചേഞ്ച് ആകും. അതാണ് ഇപ്പോൾ ഉള്ള കുറെ ചേഞ്ചിനുള്ള കാരണം. നിങ്ങൾ സ്ട്രോങ് ആയി ഹെൽപ്പായി വന്നതുകൊണ്ടാണ് അദ്ദേഹം കുറെയെങ്കിലും റെഡിയായി വന്നത്. ഇതിൽ പ്രോബ്ലം എന്താ അധികം ആൾക്കാരുടെയും പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൽ വേറൊരു രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ലൈഫ് പാർട്ണർ നമുക്ക് ചെറുപ്പത്തിൽ നല്ല ട്രോമ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണറും ഇതേപോലെ ട്രോമ കിട്ടിയ ഒരാളാവാൻ സാധ്യതയില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. നമുക്ക് ട്രോമ കിട്ടിയിട്ട് നമുക്ക് ഇതേപോലെ ട്രോമ കിട്ടിയിട്ടുള്ള ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് വരാൻ സാധ്യത. അത് എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കാം. അബാൻഡൻമെന്റ് ട്രോമ ആയിരിക്കാം, കമ്പാരിസൺ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ട്രോമ ആയിരിക്കാം. പല കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില അറ്റൻഷൻ കിട്ടാത്തതിൻ്റെതായിരിക്കാം. ചെറിയ ട്രോമകൾ മുതൽ എന്തായാലും ചിലപ്പോൾ ഒരു ട്രോമയുള്ള ഒരാൾ, അധികം ആൾക്കാർക്കും ട്രോമയുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നല്ല ഇന്റൻസ് ട്രോമ ഉള്ള ആൾക്കാർക്ക് ഇന്റൻസ് ട്രോമ ഉള്ള ഒരാളെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതില് ഒരാള് ഹീൽ ചെയ്യാൻ പഠിച്ചു, മറ്റേയാൾ ഹീൽ ചെയ്യാൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അധിക ഡിവോഴ്സും സംഭവിക്കുന്നത്, അധിക സെപ്പറേഷനും സംഭവിക്കുന്നത് ഒരാള് ഹീലിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ രക്ഷപ്പെട്ട് റെഡിയായി വന്നു, നല്ല രീതിയിലേക്ക് വന്ന് സെറ്റ് ചെയ്ത് വന്നു. പക്ഷെ മറ്റേ ആൾ എന്താ വെച്ചാൽ അതിന് തീരെ റെഡി ആകുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ട്. ചില കേസിൽ എന്താ വെച്ചാൽ മാരേജ് ഉഷാറായിട്ട് വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ, രണ്ടുപേരും മനസ്സിലാക്കിയേ പറ്റൂ, ഹീൽ ചെയ്തേ പറ്റൂ. അത് തിരിച്ചറിയുന്ന ലെവലിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഒരാൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീൽ ചെയ്തിട്ടുള്ള ആള് നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്ത് എനർജി നല്ല ശക്തമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള ആളെ അത് എഫക്ട് ചെയ്യാൻ തുടങ്ങും. അധിക കേസിൽ ചിലത് എഫക്ട് ചെയ്തിട്ട് അവരിൽ ചേഞ്ച് ഉണ്ടായിത്തോളും. കാരണം നമ്മളുടെ ബിഹേവിയർ, നമ്മൾ നല്ല സ്ട്രോങ് ആകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ബാധിക്കും. ഒന്ന്, നമ്മുടെ എനർജി ഫീൽഡിൽ അവരുണ്ട്, ആ എനർജി ഫീൽഡിൽ നമ്മൾ എനർജി പുറത്തേക്ക് പാസ് ചെയ്യുന്നതിലൂടെ
നമ്മളുടെ എനർജി അവരുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും, അവരെ ഹീൽ ചെയ്യാൻ തുടങ്ങും, അത് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും ഒരു സൈഡ്. രണ്ടാമത് നമ്മളുടെ ബിഹേവിയർ ചേഞ്ച് ആവും അവരോട്. നമ്മൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. കാരണം നമ്മൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ആവും, നമ്മളെ പെരുമാറും, നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കും, അത് കെയർഫുൾ ആകും. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അവര് നമ്മളോട് അപ്പൊ അങ്ങനെ അവർ കുറച്ചുകൂടെ കേൾക്കാൻ. ഈ വഴക്കുണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് പറയുന്ന ഒരു പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ, ട്രോമയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അയാളെ കംപ്ലൈന്റ് കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ അകന്നു പോകും. ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്നേഹത്തിൽ കുട്ടിയുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. മക്കളോട് നമ്മൾ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് കാര്യങ്ങൾ ആക്കുന്ന പോലെയാണ് അത്യാവശ്യം ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരാളെ, ദേഷ്യമുള്ള ഒരാളെ, കടുംപിടുത്തക്കാരനെ സോഫ്റ്റ് ആക്കാൻ സ്നേഹിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ സ്നേഹിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രോമ ഹീലിംഗിലേക്കും സംഗതികളിലേക്കും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. എനിവേ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. അതും മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.